Ladies and gentlemen, a very good morning. So as to begin our function, I request all our dignitaries to kindly occupy the dais. We have our Honorable Minister for Higher Education and Social Justice, Dr. R. Bindu, our Vice Chancellor, Dr. P.G. Shankaran, Registrar Dr. Meera V., IQAC Director and Dean, Faculty of Social Sciences, Dr. Sam Thomas, Member Syndicate Dr. P.K. Baby, and Chairman of Selection Committee and former Director, NP Oil, Dr. Unnikrishnan A. Franklin D. Roosevelt once said, "Education is a key to unlock the golden door of freedom, and academic excellence is a path that leads us there." Ladies and gentlemen, welcome to the prestigious Merit Day 2023 of Cochin University of Science and Technology, an occasion specially designed to honor and acknowledge the outstanding performance, professional and academic achievements of our esteemed faculty members, dedicated research scholars, and exceptional students who have set remarkable benchmarks in their respective fields. Today, we are thrilled to present award in 3 distinct categories: the Distinguished Young Faculty Award, the Distinguished Researcher Award, and the Endowment Awards for the year 2023. We have 39 award winners to receive the award, which consists of a certificate of appreciation and a financial incentive. Let us formally begin the function. I request Dr. Sam Thomas, Director IQAC and Dean, Faculty of Social Sciences, CUSAT, for the welcome address. ഏറ്റവും ബഹുമാനിയായ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, കൊച്ചി സർവകലാശാലയുടെ വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ പി ജി ശങ്കരൻ, സിൻഡിക്കേറ്റ് മെമ്പർ ഡോക്ടർ പി കെ ബേബി, രജിസ്ട്രാർ ഡോക്ടർ വി മീര, സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, ഇന്ന് മെറിറ്റ് അവാർഡ് സ്വീകരിക്കുന്ന നമ്മുടെ അഭിമാനപാത്രങ്ങൾ, അധ്യാപക സുഹൃത്തുക്കൾ, പ്രിയ വിദ്യാർത്ഥികളെ, നമസ്കാരം. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി സംഘടിപ്പിക്കുന്ന മെറിറ്റ് ഡേ 2023 എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമുക്കറിയാം, 2023 വാസ് എ മെറിറ്റോറിയസ് ഇയർ ഫോർ ക്യൂസാറ്റ്. പ്രത്യേകിച്ച് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിലെ ഏറ്റവും ദുഃഖകരമായ ഒരു ദുരന്തം നടന്ന ആ വർഷത്തിലും മികവിൻ്റെ പ്രയാണത്തിൽ നമ്മൾ ഒട്ടും വ്യതിചലിച്ചില്ല എന്നുള്ളത് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോരുത്തർക്കും വളരെ അഭിമാനകരമായ ഒരു വസ്തുതയാണ്. 2023 ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച 40 യൂണിവേഴ്സിറ്റിയുടെ പട്ടികയിൽ നമ്മൾ കുതിച്ചെത്തിയ വർഷമാണ് 2023 NIRF റാങ്കിങ്. QS സസ്റ്റൈനബിലിറ്റി റാങ്കിങ് എന്നുള്ള ആഗോള പട്ടികയിൽ ആദ്യമായി കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റി ആദ്യത്തെ 1000 ഇടം പിടിച്ച വർഷമാണ്, ക്യൂസാറ്റ് ഇടം പിടിച്ച വർഷമാണ് 2023. പബ്ലിഷേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനിക്കാവുന്ന 10,000 സ്കോപ്പസ് പബ്ലിക്കേഷൻ എന്ന് പറയുന്ന കവറ്റഡ് ബെഞ്ച് മാർക്ക് 2023 ഒക്ടോബറിൽ നമ്മൾ കടക്കുകയുണ്ടായി. അത് കടക്കുന്ന കേരളത്തിലെ ഒരേ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ക്യൂസാറ്റാണ്. അതുപോലെ തന്നെ കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി അക്കാഡമിയ പാർട്ട്ണർഷിപ്പ് 2023 ഫെബ്രുവരിയിൽ ക്യൂസാറ്റ് സിന്തായിട്ട് ജോയിൻറ്റ് വെഞ്ചറിലൂടെ നമ്മൾ സ്വന്തമാക്കി എന്നുള്ളതും വളരെ അഭിമാനകരമായ ഒരു വസ്തുതയാണ്. ദ ലിസ്റ്റ് ഗോസ് ഓൺ. 2023 എല്ലാ മേഖലകളിലും നമുക്ക് മികച്ച പ്രകടനം കാണിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് വളരെ അഭിമാനത്തോടെ ഞാൻ പറയുകയാണ്. 27 സ്റ്റാർട്ടപ്സ്, 10 പേറ്റൻസ്, 20 ഇൻ്റർനാഷണൽ MOUs, ഇങ്ങനെ എല്ലാ മേഖലകളിലെയും തൊട്ടുകൊണ്ട് നമ്മൾ മുന്നേറുകയുണ്ടായി. അതുപോലെ തന്നെ ഭാവിയിലെ കുതിപ്പിന് ഉതകുന്ന കുറേ പോളിസി ചേഞ്ചസ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെയും എഡ്യൂക്കേഷൻ മിനിസ്ട്രിയുടെയും സപ്പോർട്ടോടെ ഗൈഡ് ലൈൻസോടുകൂടി നമ്മൾ തയ്യാറാക്കിയ പല പോളിസികളും, വി ആർ ടോക്കിംഗ് അബൌട്ട് ഡ്യുവൽ ഡിഗ്രി, ജോയിൻറ്റ് ഡിഗ്രി, അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്, ഇൻഡസ്ട്രി പ്രൊഫസർഷിപ്പ്, ഇങ്ങനെയുള്ള കുറേ മാറ്റങ്ങൾ അടുത്ത കുറേ കാലഘട്ടത്തേക്ക് നമുക്ക് വളരെ കുതിപ്പ് നൽകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ മികവിന് കോൺട്രിബ്യൂട്ട് ചെയ്ത കുറേ വ്യക്തികൾ ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. പല തലങ്ങളിൽ സംഭാവനകൾ നൽകിയ അധ്യാപക, വിദ്യാർത്ഥി, ഗവേഷക സുഹൃത്തുക്കൾ നമ്മുടെ ഇടയിലുണ്ട്. പറഞ്ഞതുപോലെ അതിലെ 3 കാറ്റഗറികൾക്കാണ് ഇന്ന് സ്പെഷ്യലായിട്ട് നമ്മൾ ഈ ചടങ്ങിൽ ആദരിക്കുന്നത്, അവാർഡ് കൊടുക്കുന്നത്. ആദ്യത്തെ കാറ്റഗറി ഡിസ്റ്റിങ്വിഷ്ഡ് യങ് ഫാക്കൽറ്റി അവാർഡാണ്. നമുക്ക് 133 അധ്യാപകരാണ് ഇന്ന് 45 വയസ്സിൽ താഴെ യൂണിവേഴ്സിറ്റി ഉള്ളത്, വിച്ച് ഈസ് അറൌണ്ട് 45% ഓഫ് ദ ടോട്ടൽ ഫാക്കൽറ്റി ക്രൗഡ്.
അവരിലാണ് ക്യൂസാറ്റിൻ്റെ ഭാവി. അവരിൽ നിന്ന് തിരഞ്ഞെടുത്ത ആപ്ലിക്കേഷൻസ് റിസീവ് ചെയ്തവരിൽ നിന്ന് വളരെ സിസ്റ്റമാറ്റിക്കലി തിരഞ്ഞെടുത്ത 4 പേർക്കാണ് നമ്മൾ അവാർഡ് കൊടുക്കുന്നത്. 6 ക്രൈറ്റീരിയയിലായി 45 പാരാമീറ്റേഴ്സിൽ മാർക്കിട്ടിട്ടാണ് ഈ അധ്യാപകരെ നമ്മൾ തിരഞ്ഞെടുത്തത്. അതിൻ്റെ അകത്ത് ഒരു അധ്യാപനവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളും നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ പബ്ലിക്കേഷൻ, അവരുടെ റിസർച്ച് പ്രോജക്റ്റ്, അവരുടെ കോൺട്രിബ്യൂഷൻ ടു അക്കാഡമിക് അഡ്മിനിസ്ട്രേഷൻ, പേറ്റൻസ്, ടെക്നോളജി ട്രാൻസ്ഫർ, ഔട്ട്റീച്ച് പ്രോഗ്രാംസ്, അവരുടെ സക്സസ് ഓഫ് മെൻറ്ററിങ് ദിയർ സ്റ്റുഡൻസ്, ഡിസൈൻ ഓഫ് ന്യൂ കോഴ്സസ്, റെക്കഗ്നിഷൻ ബൈ ഔട്ട്സൈഡ് ഏജൻസീസ്, ഇങ്ങനെ 45 പാരാമീറ്ററുകളിൽ മാർക്കിട്ട് ഒരു എക്സ്റ്റേണൽ സെലക്ഷൻ കമ്മിറ്റിയായിട്ട് ഇൻട്രാക്ഷൻ കൂടെ നടത്തിയിട്ടാണ് നമ്മൾ ഈ അവാർഡിന് വിന്നേഴ്സിനെ സെലക്ട് ചെയ്തത്. സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ഇവിടെയുണ്ട്. അവർ പറഞ്ഞ ഒരു കാര്യം, നമ്മുടെ എല്ലാ ടീച്ചേഴ്സും ദേ വെർ ഓൾ ഔട്ട്സ്റ്റാൻഡിങ്, സിൻസ് വി ഹാഡ് എ കൺസ്ട്രെയിൻഡ് ഓഫ് മാക്സിമം നമ്പർ വി കുഡ് സെലക്ട് ഓൺലി 4 എന്നുള്ളതാണ്. അത് നമുക്ക് വളരെ അഭിമാനമുള്ള ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ റിസർച്ച് സ്കോളേഴ്സും 16 പാരാമീറ്റേഴ്സാണ് റിസർച്ച് സ്കോളേഴ്സിൻ്റെ പെർഫോമൻസിനായിട്ട് നമ്മൾ പരിഗണിച്ചത്. ആ 16ൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിൽ 4 റിസർച്ച് സ്കോളറെയും ഡിസ്റ്റിങ്വേർഡ് റിസർച്ച് സ്കോളേഴ്സ് ഓഫ് 2023 എന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വളരെ അഭിമാനമുള്ള ഒരു 3ാമത്തെ കാറ്റഗറിയാണ് നമ്മുടെ എൻഡോമെൻറ്റ്സ് അവാർഡ്സ്. കാരണം ദേ ആർ സംതിങ് വെരി സ്പെഷ്യൽ ടു അസ്. കാരണം അത് കുറേ വ്യക്തികൾക്ക് ക്യൂസാറിനോടുള്ളൊരു സ്നേഹാദരവിൻ്റെ സമ്മാനമാണ്. 33 അവാർഡുകളാണ് നമ്മൾ ഇന്ന് കൊടുക്കുന്നത്. അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ പഴയ റിട്ടയർ ചെയ്ത പ്രൊഫസേഴ്സ് ഉണ്ട്, പാസ്സായ വിദ്യാർത്ഥികളുണ്ട്, നമ്മളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്ന വെൽ വിഷേഴ്സ് ഉണ്ട്. അപ്പം അത് നേരത്തെ ഡിപ്പാർട്ട്മെൻറ്റിൽ നടത്തിയിരുന്ന ആ ചടങ്ങ് ഇന്നൊന്നിച്ച് നമ്മൾ നടത്തുന്നത് അത് കോൺട്രിബ്യൂട്ട് ചെയ്തോടുള്ള ഒരു ബഹുമാനത്തിൻ്റെയും അത് റിസീവ് ചെയ്യുന്നവർക്ക് യൂണിവേഴ്സിറ്റിയുടെ മൊത്തം ഒരു അംഗീകാരത്തിൻ്റെ ഭാഗമായി ഒരു കോമൺ ചടങ്ങിൽ വെച്ച് നമ്മൾ ആദ്യമായിട്ട് ഒരു മെറിറ്റ് ഡേ സംഘടിപ്പിച്ചിട്ട് നമ്മളത് കൊടുക്കുകയാണ്. അപ്പം ഇതെല്ലാമാണ് ഇന്ന് നടക്കുന്നത്. ഇതിൽ വിന്നേഴ്സായി എല്ലാവരെയും അഭിനന്ദിക്കുകയും ഇതിനെ സഹകരിച്ച സെലക്ഷൻ കമ്മിറ്റി മെമ്പേഴ്സ്, ബാക്കി സുഹൃത്തുക്കൾ എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി പറയുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ സന്തോഷ ദിവസത്തിൽ നമ്മുടെ കൂടെ ആയിരിക്കുന്നത് നമ്മുടെ ബഹുമാനിയായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. നമുക്കറിയാം, ലോകം മുഴുവനിലും ഓൾ ദ മോർ ഇൻ ഇന്ത്യ ഇപ്പോൾ ഏറ്റവും സമൂലമായ മാറ്റം നടക്കുന്നത് ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിലാണ്. ആൻഡ് ദാറ്റ് ഈസ് ദ മോസ്റ്റ് ചലഞ്ചിങ് സെക്ടർ ടു ബി ഇൻ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത് വളരെ സുത്യർഹമായ രീതിയിൽ കാര്യശേഷിയോടുകൂടി ദിശാബോധത്തോടുകൂടി നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ബിന്ദു ടീച്ചറെ തന്നെ നമുക്ക് ചീഫ് ഗസ്റ്റായിട്ട് കിട്ടി അവാർഡ് ദാനത്തിന് കിട്ടിയതിൽ ഉള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, യൂണിവേഴ്സിറ്റിയുടെ പേരിൽ മാഡത്തിന് ഹാർദവമായ സ്വാഗതം ആശംസിക്കുന്നു. ഒരു സ്ഥാപനത്തിൻ്റെ മേന്മയിൽ ഏറ്റവും അഭിമാനിക്കാവുന്നത് ആ സ്ഥാപനത്തിൻ്റെ നായകന് തന്നെയാണ്. ശങ്കരൻ സാറ് പല റോളുകളിലായി നമ്മുടെ ലീഡർഷിപ്പിൽ കുറേ വർഷങ്ങളായിട്ടുണ്ട്. നമ്മളെ പുരോഗതിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന അതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർക്ക് എല്ലാവരുടെയും പേരിൽ ഹാർദവമായ സ്വാഗതം ആശംസിക്കുന്നു. സിൻഡിക്കേറ്റിനെ പ്രതിനിധീകരിച്ച് ഡോക്ടർ PK ബേബി നമ്മുടെ ഒപ്പമുണ്ട്. അദ്ദേഹം ഈ പ്രോഗ്രാമിൻ്റെ ഒരു ഓർഗനൈസറും കൂടെയാണ്. എന്നാലും ഒരു ഫോർമാലിറ്റിയുടെ പേരിൽ സിൻഡിക്കേറ്റ് മെമ്പറായ ഡോക്ടർ PK ബേബിയെ ഞാൻ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ V മീര, രജിസ്ട്രാർ, ഈസ് ഹെഡിങ് ദ അഡ്മിനിസ്ട്രേഷൻ. വളരെ മെറ്റിക്കുലസ് ആയിട്ട് പ്രോഗ്രാം റിവ്യൂയിലും സപ്പോർട്ടിലും ഓരോ കാര്യങ്ങളിലും മാഡം രാവിലെ തൊട്ട് വളരെ പങ്ക്ച്വലായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്ന, വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് ഗൈഡൻസ് തന്ന മീര ടീച്ചറിനെ എല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു, സെലക്ഷൻ കമ്മിറ്റി ദേ ഹാവ് ഡൺ എ മെറ്റിക്കുലസ് ജോബ്, എ വണ്ടർഫുൾ ജോബ് ഓഫ് സെലക്ടിങ് ദ കറക്റ്റ് പീപ്പിൾ. നമ്മൾ 8 അംഗ ഒരു കമ്മിറ്റിയാണ് ഉണ്ടായിരുന്നത്. അവരെ റെപ്രസെൻ്റ് ചെയ്ത് ചെയർമാൻ ഓഫ് ദ സെലക്ഷൻ കമ്മിറ്റി ഡോക്ടർ ഉണ്ണികൃഷ്ണൻ സാർ, ഫോമർ ഡയറക്ടർ NPOയിൽ വന്നിട്ടുണ്ട്. സാറിന് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യട്ടെ. കുറേ നമ്മുടെ വിശിഷ്ട അതിഥികൾ നമ്മളോടൊപ്പം ഇന്നുണ്ട്. ഫോർമർ വൈസ് ചാൻസലർ, സ്റ്റാറ്റ്യൂട്ടറി ഓഫീസേഴ്സ്, മെമ്പേഴ്സ് ഓഫ് സിൻഡിക്കേറ്റ്, ഡീൻസ്, ഡയറക്ടേഴ്സ്, എല്ലാവരെയും ഞാൻ ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഇന്നത്തെ താരങ്ങളായി വന്നിരിക്കുന്ന ഈ 40 പേരാണ് പല കാറ്റഗറി അവാർഡ്സ് വിന്നേഴ്സ്. അവരുടെ ഫാമിലി മെമ്പേഴ്സും ഉണ്ട്. അവർക്ക് എല്ലാ ആശംസകളും നേരുകയും അവരെ ഫോർമലായിട്ട് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ബാക്കി ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാം വിജയിപ്പിക്കാൻ വേണ്ടി വന്ന നമ്മുടെ അധ്യാപക സുഹൃത്തുക്കൾ, റിസർച്ച് സ്കോളേഴ്സ്, ബാക്കി സ്റ്റുഡൻസ് എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. Now I request Dr. P.G. Shankaran, Vice Chancellor of CUSAT, for the presidential address.
യോഗത്തിൻ്റെ അവാർഡ് വിതരണത്തിന് വേണ്ടി എത്തിയ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഏറ്റവും ബഹുമാന്യയായ ശ്രീമതി ബിന്ദു അവറുകൾ, ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ഡോക്ടർ പി കെ ബേബി സിൻഡിക്കേറ്റ് മെമ്പർ, ഡോക്ടർ സാം തോമസ് ഡയറക്ടർ IQAC, ഡോക്ടർ മീര രജിസ്ട്രാർ, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ഫോർമർ ഡയറക്ടർ NPOL, സദസ്സിലുള്ള അധ്യാപകരെ, വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല മെറിറ്റ് ഡേ ഈ 2023 അച്ചീവേഴ്സിനുള്ള മെറിറ്റ് ഡേ ഇന്നിവിടെ ആഘോഷിക്കുന്നത്. നേരത്തെ IQAC ഡയറക്ടർ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 50 വർഷത്തിനിടയ്ക്ക് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല പഠനത്തിലും ഗവേഷണത്തിലും അതുപോലെ എക്സ്റ്റൻഷൻ ആക്ടിവിറ്റിയിലും വളരെയധികം നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. 1971 ഏതാനും കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റുകളും 500-ൽ താഴെ വിദ്യാർത്ഥികളുമായി സ്ഥാപിച്ച ഈ സർവകലാശാല ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ക്യാമ്പസ് സർവകലാശാലയായി മാറിയിട്ടുണ്ട്. 8500-ലേറെ വിദ്യാർത്ഥികൾ, 500-ഓളം അധ്യാപകർ, 1000-ഓളം അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുള്ള കേരളത്തിലെ ഏറ്റവും വലിയൊരു സ്ഥാപനമാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല. കഴിഞ്ഞ കാലങ്ങളിൽ ധാരാളം നേട്ടങ്ങൾ ഈ സർവകലാശാലയ്ക്ക് സാധ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ലോകത്ത് നടക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് മാറുന്നതിന് വേണ്ടിയുള്ള ധാരാളം പുതിയ പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ ചില കാര്യങ്ങളാണ് IQAC ഡയറക്ടർ ഇവിടെ സൂചിപ്പിച്ചത്. ഒന്ന്, നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയെ അറിയപ്പെടുന്നതിന് വേണ്ടി നമ്മുടെ പഠനത്തിലും ഗവേഷണത്തിലും ഒരു ഇൻ്റർനാഷണൽ കൊളാബറേഷൻ വരുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിന് പുറത്ത് ഇന്ത്യക്ക് പുറത്തുമുള്ള ധാരാളം സ്ഥാപനങ്ങളുമായിട്ട് MOU ഒപ്പുവയ്ക്കുകയും അതിന് തുടർച്ചയായിട്ട് ആ സ്ഥാപനങ്ങളിലേക്ക് ഇവിടുത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും പോവുകയും അവിടുത്തെ പ്രവർത്തനങ്ങൾ, പഠനങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവർ തിരിച്ചു വന്ന നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അറിവ് സാധ്യമാക്കുന്ന രീതിയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ തുടർച്ചയായിട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജോയിൻറ്റ് ഡിഗ്രി പ്രോഗ്രാം നമ്മളിപ്പോൾ തുടങ്ങുന്നതിനുള്ള ശ്രമത്തിലാണ്. അതിന് ആദ്യത്തെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് യൂണിവേഴ്സിറ്റി മോസ്കോയായിട്ട് നമ്മളിപ്പോൾ കരാർ ഒപ്പിടുകയാണ്. അത് സ്കൂൾ ഓഫ് ഇൻ്റർനാഷണൽ ഫോട്ടോണിക്സിൽ നേരത്തെ തന്നെ അവിടുത്തെ വിദ്യാർത്ഥികൾ പുറത്തുപോയി അവർ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഒരു പ്രോഗ്രാമായിട്ട്, ഒരു ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമായിട്ട് നമ്മളത് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ വർഷം തന്നെ ആ കുട്ടികൾക്ക് ഒരു ഡ്യുവൽ ഡിഗ്രി ഫ്രാൻസിലെ ഒരു യൂണിവേഴ്സിറ്റിയുമായി ചേർന്നുകൊണ്ട് ഡ്യുവൽ ഡിഗ്രി ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ നമ്മൾ എടുത്തു. അങ്ങനെ ട്വിന്നിങ് പ്രോഗ്രാം, ഇങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ, സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ കൊളാബറേഷൻ വഴി പുതിയ അറിവുകൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകുന്നതിനുള്ള സാഹചര്യം നമ്മൾ ഇവിടെ ഏറ്റെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. മറ്റൊന്ന്, നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ അലുമിനീസ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം അക്കാഡമിക് സ്ഥാപനങ്ങളിലും വ്യവസായ സ്ഥാപനങ്ങളിലുമൊക്കെ വലിയ നിലയിൽ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ സേവനം നമുക്ക് ലഭ്യമാക്കുന്നതിനുള്ള സ്കീംസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്കീംസാണ് അലുമിനി ലെക്ചർ സീരീസ് എന്ന് പറയുന്ന സ്കീം. നമ്മുടെ ഇവിടെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ അക്കാഡമിക് തലത്തിലും അല്ലാതെയും അവർ പ്രവർത്തിക്കുന്ന മേഖലകളിലെ അറിവ്, അവരുടെ എക്സ്പീരിയൻസൊക്കെ നമ്മുടെ കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് ഷെയർ ചെയ്യുന്ന അലുമിനി ലെക്ചർ സീരീസ് നമ്മൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുക. അതോടൊപ്പം തന്നെ ഈ അലുമിനിസ് അവരുടെ നോളജ് ഡയറക്റ്റ് കുട്ടികൾക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടി പാഠ്യക്രമത്തിൽ തന്നെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇവരെ അഡ്ജന്റ് അലുമിനി ഫാക്കൽറ്റി ആയിട്ട് യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ അലുമിനി അവാർഡ്സ്
നമ്മൾ 3 മേഖലയിൽ അലുമിനി അവാർഡ്സ് നമ്മൾ പ്രഖ്യാപിക്കുകയുണ്ടായി. കഴിഞ്ഞ വർഷത്തെ അവാർഡ് നമ്മൾ കൊടുത്തു. ഈ വർഷത്തെ അലുമിനി അവാർഡ്സിനുള്ള പ്രോസസ്സ് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു 3-4 മാസത്തിനുള്ളിൽ അത് പൂർത്തീകരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഇത് ഗവേഷണ രംഗത്ത് നമ്മൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന വിവിധ പ്രവർത്തനങ്ങളാണ്. ഇതോടൊപ്പം തന്നെ നമ്മൾ പാഠ്യപദ്ധതി ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ കേരളത്തിലെ എല്ലാം 4 വർഷ ബിരുദ കോഴ്സുകളായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല നേരത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളൊരു 2017-18 കാലഘട്ടത്തിൽ തന്നെ 5 വർഷ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം നമ്മൾ തുടങ്ങുകയുണ്ടായി. ആ തുടങ്ങുന്നതിൻ്റെ ഇന്നത്തെ ഈ കാലികമായ മാറ്റങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ 5 വർഷ പ്രോഗ്രാമുകളിൽ 4 വർഷം കഴിയുമ്പോൾ അവർക്ക് ഡിഗ്രി കൊടുത്തുകൊണ്ട്, ഓണേഴ്സ് ഡിഗ്രി കൊടുത്തുകൊണ്ട് PhDക്ക് പോകുന്നതാണെങ്കിൽ അതിന് പോകുന്നതിനുള്ള അവസരവും, മറ്റുള്ളവർക്ക് 5 വർഷം പൂർത്തീകരിച്ചതിന് ശേഷം ഡിഗ്രി കൊടുക്കുന്നതിനുള്ള അവസരം, അതുപോലെ അവർക്ക് എൻട്രി കിട്ടുന്നതിന് 4-ാം വർഷം എൻട്രിക്കുള്ള അവസരവും ഒക്കെ ചേർത്തുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് നടപ്പാക്കുന്ന പാഠ്യപദ്ധതിയുടെ കുറച്ചും കൂടി വലിയൊരു രൂപത്തിൽ നമ്മൾ ഏറ്റെടുത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെയാണ് സ്റ്റാർട്ടപ്പുകളുടെ പ്രൊമോട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ആദ്യ ഉദ്ഘാടനം നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെയാണ് നേരത്തെ നിർവഹിച്ചത്. ഇപ്പോൾ ഏതാണ്ട് 140-ൽ കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ നമ്മൾ ഇവിടെ ക്യാമ്പസിൽ ഇൻക്യുബേറ്റ് ചെയ്തിട്ടുണ്ട്. അവർ ചിലതൊക്കെ പ്രൊഡക്ഷൻ സ്റ്റേജിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഫാക്കൽറ്റികൾക്ക് ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിനും ഒരു കമ്പനി തുടങ്ങുന്നതിനുമുള്ള ഒരു അവസരം സ്റ്റാർട്ടപ്പ് പോളിസി നമ്മൾ പാസ്സാക്കി അവർക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ള അവസരം സിൻഡിക്കേറ്റ് പാസ്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ നിരവധി പ്രവർത്തനങ്ങൾ നമ്മളിപ്പോൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് ഗവേഷണത്തെ പ്രൊമോട്ട് ചെയ്യുന്നതിന്. അതിൻ്റെ ഒരു പ്രധാന പ്രവർത്തനമാണ് നമുക്ക് ആദ്യം കിട്ടിയ ചാൻസലേഴ്സ് അവാർഡ് കൊണ്ട് ഗവേഷകർക്ക്, യുവ ഗവേഷകർക്കും യുവ അധ്യാപകർക്കും അവാർഡുകൾ കൊടുക്കുക എന്നുള്ളത്. അത് 5 വരെ, മാക്സിമം 5 പേര് വരെ അവാർഡ് കൊടുക്കാമായിരുന്നു അധ്യാപകർക്ക്. അതുപോലെ ഗവേഷകർക്കാണെങ്കിലും തിരഞ്ഞെടുക്കപ്പെടുന്ന 5 പേർക്ക് അവരുടെ നേരത്തെ സൂചിപ്പിച്ച പോലെ വിവിധ പാരാമീറ്റേഴ്സ് വെച്ചുകൊണ്ട് അവരെ അസസ് ചെയ്തുകൊണ്ട് അവാർഡ് കൊടുക്കുന്ന ഒരു പരിപാടി, അവരെ പ്രൊമോട്ട് ചെയ്യുകയാണ്. രണ്ടാമത്തെ ഒരു പരിപാടി നമ്മൾ സീഡ് മണി കൊടുക്കുന്നു. അവർ ജോയിൻ ചെയ്യുമ്പോൾ ഇനിഷ്യൽ സ്റ്റേജിൽ അവർക്ക് പ്രോജക്റ്റൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് സീഡ് മണി കൊടുക്കുന്നു. 5 ലക്ഷം രൂപ വരെ അവർക്ക് പ്രോജക്റ്റിന് വേണ്ടി കൊടുക്കുന്ന പദ്ധതിയുണ്ട്. കൂടാതെ വിദ്യാർത്ഥികൾക്ക് മറ്റുള്ള സർവകലാശാലകളിലെ കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തു പോയി കോൺഫറൻസുകൾ അറ്റൻഡ് ചെയ്യുന്നതിനുള്ള മൊബിലിറ്റി സ്കീം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ കുറേ വിദ്യാർത്ഥികൾ പുറത്തുപോയി അവരുടെ നോളജ് അവിടെ ഷെയർ ചെയ്യുകയും അത് കൂടുതലായി ഒരു ഇൻ്റർനാഷണൽ കൊളാബറേഷനിലേക്ക് നയിക്കുന്ന രീതിയിൽ മാറിയിട്ടുണ്ട്. ഇങ്ങനെ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഗവേഷണവും ത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കുന്നതിനും അതിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വരുന്ന വെല്ലുവിളികൾ നിരവധിയാണ്. അപ്പോൾ മറ്റ് യൂണിവേഴ്സിറ്റികൾ, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ, വിദേശ സർവകലാശാലകളൊക്കെ രാജ്യത്തിൻ്റെ പല ഭാഗത്തും തുടങ്ങുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈവറ്റ് സർവകലാശാലകൾ വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇവിടെയൊക്കെ നമ്മുടെ കുട്ടികൾ കേരളത്തിന് പുറത്തേക്ക് പോകുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി, നമ്മുടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കൂട്ടുന്നതിന് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടപ്പാക്കുന്നത്. ആ രീതിയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നടപ്പാക്കിയ കുറേ പ്രവർത്തനങ്ങളാണ് ഞാനിവിടെ വിവരിച്ചത്. ഇതനുസരിച്ച് നമ്മുടെ ഇൻഡെക്സ് 120-ൽ കൂടുതലായി. ഒരു ഗവേഷണത്തിൻ്റെ ഒരു ഇൻഡെക്സാണ്, അത് അളക്കുന്നതിനുള്ള ഇൻഡെക്സാണ്. ആ ഇൻഡെക്സ് 120-ൽ കൂടുതലായി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 10,000 പ്രബന്ധങ്ങൾ ഈ സ്കോപ്പസ് ഇൻഡെക്സിൽ വന്ന ഇവിടുത്തെ അധ്യാപകരുടെയും ഗവേഷക വിദ്യാർത്ഥികളുടെയും 10,000 പ്രബന്ധങ്ങൾ സ്കോപ്പസ് ഇൻഡെക്സിൽ വന്ന ഒരു യൂണിവേഴ്സിറ്റി, കേരളത്തിലെ ഏക യൂണിവേഴ്സിറ്റി കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയാണ്. അപ്പോൾ ഇങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ നടക്കുന്നു. പുതിയ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികൾ നമ്മളുടെ അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ തിരിച്ചറിയുന്നുണ്ട്. ആ തിരിച്ചറിയുന്നതിന് സംസ്ഥാന സർക്കാർ അതിൻ്റെതായ രീതിയിൽ സഹകരണങ്ങളും സഹായങ്ങളും ഒക്കെ തുടർന്നുള്ള പ്രവർത്തനത്തിൽ ഉണ്ടാകണം എന്നാണ് നമ്മൾ ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ പരിപാടിക്ക് വന്ന ബിന്ദു ടീച്ചറെ ഒരിക്കൽ കൂടി യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഇനിയും ഈ വരുന്ന അധ്യാപകരും ഗവേഷകരും, ഇവർ നേടുന്ന ഈ അധ്യാപകരും ഗവേഷകരുമൊക്കെ ഈ
യൂണിവേഴ്സിറ്റിയുടെ അഭിമാനമാണ്. ഇത് മറ്റുള്ളവർക്ക് മോട്ടിവേഷനാണ്. അവർക്ക് തുടർന്നുള്ള സമയത്ത് കൂടുതൽ കാര്യങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി അക്കാഡമിക് തലത്തിൽ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ 8 പേർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അർഹിക്കുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എൻഡോൺമെൻറ്റുകൾ, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നമ്മൾ എൻഡോൺമെൻറ്റുകൾ അന്ന് അവിടെ പഠിപ്പിച്ച അധ്യാപകരുടെ പേരിൽ അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിന് കോൺട്രിബ്യൂട്ട് ചെയ്ത വ്യക്തികളുടെ പേരിലൊക്കെ നമ്മൾ ഏർപ്പെടുത്താറുണ്ട്. അത് നമ്മൾ സാധാരണയായി ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ നടത്തുന്ന ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് നടക്കാറ്. ഇത്തവണ നമ്മൾ അതിനൊരു മാറ്റം വന്നു. അത് യൂണിവേഴ്സിറ്റി ഒരു വലിയ ഒരു പരിപാടിയായിട്ട് മാറ്റിക്കൊണ്ട് നടത്തണമെന്ന് ആഗ്രഹിച്ചു. ആ രീതിയിലാണ് ഈ പരിപാടിയും കൂടി, ഈ എൻഡോൺമെൻറ്റിൻ്റെ അവാർഡും കൂടി ഇതിൻ്റെ ഒപ്പം നമ്മൾ വച്ചത്. അപ്പോൾ ആ എൻഡോൺമെൻറ്റ് കിട്ടുന്ന എല്ലാവർക്കും, ആ പ്രൈസ് കിട്ടുന്ന അവർക്ക് MSCക്കും മറ്റ് BTechനും ഒക്കെ പ്രൈസ് കിട്ടുന്ന എല്ലാവർക്കും യൂണിവേഴ്സിറ്റിയുടെ പേരിൽ അഭിനന്ദനം അറിയിക്കുന്നു. ഇതോടൊപ്പം ഒരു ചെറിയ പരിപാടി കൂടിയുണ്ട്. നമ്മൾ പൊതുവിദ്യാഭ്യാസ രംഗത്തെ സഹായിക്കുക എന്നുള്ളത് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ഒരു ദൗത്യം കൂടിയാണ്. നമ്മുടെ സയൻസ് ഇൻ സൊസൈറ്റി യുടെ ഒരു പ്രധാന ലക്ഷ്യമെന്ന് പറയുന്ന സ്കൂൾ വിദ്യാഭ്യാസത്തിനെയും സ്കൂൾ കുട്ടികളെയും അവരുടെ കാലികമായ സയൻസ് ടെമ്പർ ഡെവലപ്പ് ചെയ്യുന്നതിനും കാലികമായ സയൻസ് വിഷയങ്ങളെക്കുറിച്ച് അവബോധം വരുത്തുന്നതിനുമുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഒക്കെ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഈ CCS ഏറ്റെടുത്ത ഒരു പ്രവർത്തനം എന്ന് പറയുന്ന പൊതുവിദ്യാഭ്യാസ മേഖലയിലെ സ്ട്രീം എന്ന പ്രൊജക്റ്റ് നമ്മളെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ 14 ജില്ലകളിലും പഞ്ചായത്തുകൾ തോറും ലാബുകളൊക്കെ നമ്മൾ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല. അതിലെ ആദ്യത്തെ ജില്ല ആലപ്പുഴയിലെ ലാബുകളൊക്കെ സെറ്റപ്പ് ചെയ്യുന്ന കഴിഞ്ഞു. ബാക്കി 3 ജില്ലകളിൽ ഈ വർഷം പൂർത്തിയാകും. ബാക്കിയുള്ള ജില്ലകളിൽ അടുത്ത വർഷങ്ങളായിട്ട് സെറ്റപ്പ് ചെയ്യും. അപ്പോൾ ഈ ലാബുകളൊക്കെ സെറ്റപ്പ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു വിദ്യാർത്ഥികൾക്ക് ഒരു മോഡ്യൂൾ, കരിക്കുലം പോലെ ഒരു മോഡ്യൂൾ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഈ സയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു പുസ്തകം 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ പുസ്തകമാണ് നമ്മളിപ്പോൾ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിരിക്കുന്നത്. അത് ബാക്കിയുള്ള ക്ലാസ്സിലെ കുട്ടികളുടെയും കൂടി ഇതിനെ തുടർച്ചയായിട്ട് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ബുക്ക് റിലീസും കൂടി നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇതിന് ശേഷം ഒന്ന് നടത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഏതായാലും ഈ ഒരു പരിപാടി കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയെ സംബന്ധിച്ചോളം വളരെ അഭിമാനകരമാണ്. തുടർന്നും എല്ലാ വിദ്യാർത്ഥികളും അധ്യാപകരും കൂടുതൽ നല്ല രീതിയിൽ സർവകലാശാലയ്ക്ക് സംഭാവനകൾ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. Thank you, sir. Ladies and gentlemen, it's an honor to introduce our chief guest for the day, Dr. R. Bindu. Dr. R. Bindu, Minister for Higher Education and Social Justice, a proven academician, showcases a multifaceted profile that seamlessly intertwines her political prowess and cultural acumen. Dr. Bindu got elected as an MLA from the Irunalakuda constituency in the year 2021. She earned her MA in English Literature with 3rd rank from St. Joseph College, Irunalakuda, and holds an MPhil from Jawaharlal Nehru University, New Delhi, as well as a PhD from Calicut University. With a distinguished political career, including being the first woman mayor of Thrissur Corporation, Dr. Bindu is also an accomplished poet, writer in both English and Malayalam language. She is also a seasoned culture and art enthusiast, having received extensive training in Bharatanatyam and Kathakali, adding a rich cultural dimension to her dynamic persona. With great honor, I would like to invite our Honorable Minister, Dr. R. Bindu, for the keynote address and thereafter for the distribution of the honor of appreciations to the awardees. Ma'am, please. യോഗാധ്യക്ഷൻ, സർവകലാശാലയുടെ ബഹുമാന്യനായ വൈസ് ചാൻസലർ ഡോക്ടർ P.G. ശങ്കരൻ, വേദിയിൽ സന്നിഹിതനായിട്ടുള്ള ബഹുമാന്യനായ സിൻഡിക്കേറ്റ് മെമ്പർ ഡോക്ടർ P.K. ബേബി, സ്വാഗതം ആശംസിച്ച
IQAC ഡയറക്ടർ ബഹുമാന്യനായ ഡോക്ടർ സാം തോമസ്, ബഹുമാന്യനായ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, ബഹുമാന്യായ രജിസ്ട്രാർ ഡോക്ടർ മീര വി, സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരായ അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, മറ്റ് സർവകലാശാലയുടെ അഭ്യുദയകാംക്ഷികളെ, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സവിശേഷമായ ഒരു സാന്നിധ്യമാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. നാക് അക്രഡിറ്റേഷനിൽ A+ഉം NIRF റാങ്കിങ്ങിൽ 37ാമത് റാങ്കും നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടാണ് സർവകലാശാല മുന്നോട്ട് പോകുന്നത്. നോളജ് എക്സ്പ്ലോഷൻ്റെ, വൈജ്ഞാനിക വിസ്ഫോടനത്തിൻ്റെ ഈ യുഗത്തിൽ പുത്തൻ സാങ്കേതിക വിദ്യയുടെ അഭൂതപൂർവമായ കുതിച്ചുചാട്ടത്തിന് ലോകം സാക്ഷ്യം വഹിക്കുന്ന സന്ദർഭത്തിൽ ആ പുതുചലനങ്ങൾ ഏറ്റവും പെട്ടെന്ന് പിടിച്ചെടുക്കാൻ തക്ക വിധത്തിലുള്ള സംവേദനക്ഷമതയുള്ള ക്യാമ്പസ് എന്ന നിലയിൽ കുസാറ്റ് ഇതര സർവകലാശാലകളുടെയും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും മുൻപേ പറക്കുന്ന പക്ഷിയായി തന്നെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിലുള്ള സന്തോഷവും അഭിമാനവും ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. ഓരോ വൈജ്ഞാനിക ശാഖകളിലും ഉണ്ടാകുന്ന, ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടാക്കുന്ന ഏറ്റവും ചെറിയ ചലനങ്ങൾ പോലും ഒപ്പിയെടുക്കാൻ കഴിയുന്ന ഒരു സംവേദനക്ഷമത തീർച്ചയായും ഈ ക്യാമ്പസിലെ അക്കാദമിക് കമ്മ്യൂണിറ്റിക്ക് ഉണ്ട് എന്നുള്ളത് സംശയരഹിതമാണ്. മാത്രമല്ല, ക്യാമ്പസിൻ്റെ മതിൽക്കെട്ടിന് പുറത്ത് ബോധകേന്ദ്രം ഉറപ്പിച്ചുകൊണ്ടുള്ള മാതൃകാപരമായ ഒട്ടേറെ പ്രവർത്തനങ്ങളും ക്യുസാറ്റ് ഏറ്റെടുക്കുന്നു എന്നുള്ളത് അഭിമാനകരമാണ്. ഗവേഷണ മേഖലയിലെ ഏറ്റവും നൂതനമായ അന്വേഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും നല്ല നിലയിൽ ക്യാമ്പസ് സാരഥികൾ, സർവകലാശാലയുടെ സാരഥികൾ നേതൃത്വം വഹിക്കുന്നു എന്നുള്ളത് അഭിനന്ദനീയമായ ഒരു കാര്യം തന്നെയാണ്. ഇന്നിപ്പോൾ ഗവേഷണ മേഖലയിലും അക്കാദമിക് ബ്രില്യൻസിലുമൊക്കെ മുന്നിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളെയും യുവ ഗവേഷകരെയും അഭിനന്ദിക്കുന്ന ഈ ചടങ്ങിൽ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുന്ന ഏവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. നിങ്ങളെയാണ് നാളത്തെ കേരളം പ്രത്യാശയോടുകൂടി ഉറ്റുനോക്കുന്നത് എന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സവിനയം ഓർമ്മിപ്പിക്കാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഒരു നവകേരള സൃഷ്ടിയുടെ ഭാഗമായിട്ട് കേരളത്തെ നവവൈജ്ഞാനിക സമൂഹമാക്കി മാറ്റിയെടുക്കുക എന്ന ആ ലക്ഷ്യത്തിൻ്റെ പതാകവാഹകരായി മുന്നിൽ നടക്കേണ്ടുന്നവരാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ളവർ, പ്രത്യേകിച്ച് ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ. ഒരു നോളജ് സൊസൈറ്റി എന്നുള്ള ആശയമാണ് നാം സാക്ഷാത്കരിക്കാൻ തയ്യാറാകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കേരളം ഇതപര്യന്തം ആർജിച്ചിട്ടുള്ള ഏറ്റവും പ്രധാന മൂലധനമായ അറിവ് എന്ന മൂലധനത്തെ, വൈജ്ഞാനിക മൂലധനത്തെ ആധാരമാക്കി നമ്മുടെ ജനജീവിത നിലവാരം ഉയർത്താനും സംസ്ഥാനത്തിൻ്റെ സമ്പദ്ഘടന വിപുലീകരിക്കാനുമൊക്കെ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടൊരു നവവൈജ്ഞാനിക സമ്പദ്ഘടനയായിട്ട് കേരളം വളരണം എന്നും ഉദ്ദേശിക്കുന്നു. ഒരു ന്യൂ ഇക്കോണമി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പടുത്തുയർത്തണം എന്നുള്ള ആശയമാണ്. അപ്പോൾ തീർച്ചയായും നോളജ് ട്രാൻസ്ലേഷൻ എന്നുള്ളതിനാണ് പ്രാധാന്യം നൽകുന്നത്. സൈദ്ധാന്തികമായ അറിവന്വേഷണങ്ങളെ പ്രയോഗത്തിൻ്റെ രൂപത്തിലേക്ക് പരാവർത്തനം ചെയ്തുകൊണ്ട് മനുഷ്യോപകാരപ്രദമായിട്ടുള്ള പ്രൊഡക്ട്സും പ്രോസസ്സും സർവീസും എല്ലാം വികസിപ്പിക്കുന്ന വിധത്തിൽ നമ്മുടെ ഗവേഷണ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളത് ഈ കാലഘട്ടം നമ്മിൽ ഏൽപ്പിക്കുന്ന ഒരു അനിവാര്യ ചുമതലയാണ്. അതുകൊണ്ടാണ് ട്രാൻസ്ലേഷണൽ റിസർച്ചിന് പ്രാധാന്യം നൽകുന്നത്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിക്ക് ഉൾപ്പെടെ കേരളത്തിലെ പ്രധാനപ്പെട്ട 5 സർവകലാശാലകൾക്കായിട്ട് ട്രാൻസ്ലേഷണൽ റിസർച്ച് സെൻറ്റേഴ്സ് സ്ഥാപിക്കുന്നതിന് 150 കോടി രൂപയാണ് സർക്കാർ മാറ്റിവെച്ചിട്ടുള്ളത്. അതിലൊന്ന് കുസാറ്റാണ്. മികച്ച രീതിയിൽ ട്രാൻസ്ലേഷണൽ റിസർച്ച് സെൻറ്റർ വികസിപ്പിച്ചെടുത്തുകൊണ്ട് സമൂഹത്തിന് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും എല്ലാം നൽകുന്നതിന് തീർച്ചയായും നമുക്ക് സാധിക്കുമെന്നത് നിസ്തർക്കമായ കാര്യമാണ്.
സർവകലാശാലയുടെ ഇൻക്യുബേഷൻ സെൻറ്റേഴ്സിൽ കുട്ടികൾ ഉൽപ്പാദിപ്പിച്ച വിവിധങ്ങളായിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ ഒരു പ്രദർശനം ഉദ്ഘാടനം ചെയ്യാനായി 2 വർഷം മുൻപാണെന്ന് തോന്നുന്നു ഞാൻ ഈ ക്യാമ്പസിൽ വരികയുണ്ടായി. അന്ന് കണ്ട 2 പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. ഒന്ന് ഒരു ഗേറ്റ് അനാലിസിസ് മെഷീനാണ്. ചലന പരിമിതി നേരിടുന്നവർക്ക് അവരുടെ നടക്കാനുള്ള അല്ലെങ്കിൽ ചലന സ്വാതന്ത്ര്യം മെച്ചപ്പെടുത്തുന്നതിന് സഹായകരമായിട്ടുള്ള ഒരു ഉപകരണം. അത് ഭിന്നശേഷിയുടെ ചുമതലയുള്ള ഒരു മന്ത്രി എന്ന നിലയിൽ കൂടി ഞാനത് വളരെ ശ്രദ്ധിച്ച ഒന്നാണ്. മറ്റൊന്ന് ഡോപ്പാമിൻ ലെവൽ, അതിൻ്റെ ഉയർച്ച താഴ്ചകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മനോരോഗ വിദഗ്ധർക്കും മനഃശാസ്ത്രജ്ഞർക്കുമെല്ലാം ഉപയോഗിക്കാവുന്ന ഒരു ഉപകരണമായിരുന്നു. ഇത്തരത്തിൽ സമൂഹത്തിന് ആവശ്യമുള്ള പ്രൊഡക്ട്സ് വികസിപ്പിക്കാനും അതിനെ പേറ്റൻ്റ് എടുക്കാനും എല്ലാം ശ്രമിച്ചുകൊണ്ട് നമ്മുടെ യുവ ഗവേഷകർ നാടിൻ്റെ സമ്പത്തായി മാറും എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് സർക്കാരിനുള്ളത്. അതുകൊണ്ട് കേരളത്തിൻ്റെ അടിസ്ഥാന മേഖലകളായിട്ടുള്ള കൃഷി, വ്യവസായം, ആരോഗ്യം ഇത്യാദി മേഖലകളിലേക്കൊക്കെ അവിടെ കത്തി നിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഗവേഷണങ്ങൾക്ക് വലിയ പ്രോത്സാഹനമാണ് നൽകുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നുണ്ടാകും, 500 പോസ്റ്റ് ഡോക്ടറൽ നവകേരള പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പുകളാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 5 വർഷക്കാലത്തിനിടയിൽ 500 യുവ ഗവേഷകരെ നവകേരള പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പിൻ്റെ ഭാഗമായിട്ട് സർക്കാർ പിന്തുണയ്ക്കും. 1 ലക്ഷം രൂപ വരെ പ്രതിമാസം ലഭിക്കാവുന്ന ഫെലോഷിപ്പാണത്. ആദ്യ വർഷം 50,000, 2-ാം വർഷം 1 ലക്ഷം രൂപ വീതമാണ് പ്രതിമാസം ലഭിക്കുക. ഇത്ര വലിയ തുക ഫെലോഷിപ്പായിട്ട് ലഭിക്കുന്ന ഒരു അവസ്ഥ മറ്റ് സംസ്ഥാനങ്ങളിലില്ല. അങ്ങനെ ഒരു സ്കീം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുക ഗവേഷകർക്ക് നൽകുന്ന ഒരു പ്രൊജക്റ്റായിട്ട് അഭിമാനപൂർവ്വം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അത് നടത്തുകയാണ്. 140ഓളം യുവ ഗവേഷകരാണ് ഇപ്പോൾ അതിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. 500 പേരെയാണ് 5 വർഷക്കാലം കൊണ്ട് ഇതിൽ ഉൾക്കൊള്ളാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇവിടെ ഇരിക്കുന്ന വിജ്ഞാന കുതുകികളായിട്ടുള്ള എല്ലാ യുവ ഗവേഷകരെയും ഞാൻ അതിലേക്കായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അത്തരത്തിൽ നമ്മുടെ സമൂഹത്തിന് ആവശ്യമായ വിധത്തിൽ പ്രായോഗിക തലത്തിലേക്ക് സൈദ്ധാന്തിക അറിവുകളെ പരാവർത്തനം ചെയ്യുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഏറ്റെടുത്തിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ചു, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെയെല്ലാം കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ ധിഷണാശാലികളായ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണമെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷക്കാലത്തിനിടയിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ 6000 കോടി രൂപയാണ് സർക്കാർ വിന്യസിച്ചിട്ടുള്ളത്. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഇക്കണോമിക് റിവ്യൂവിൽ, ലേറ്റസ്റ്റ് ഇക്കണോമിക് റിവ്യൂവിൽ പരാമർശിച്ചിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ 3 വർഷക്കാലത്തിനുള്ളിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ മേഖലയിൽ 1500 കോടിയിൽ പരം തുക സർവകലാശാലകളിലും കലാലയങ്ങളിലുമായിട്ട് വിന്യസിച്ചിട്ടുണ്ട്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഏകദേശം 200 കോടിയോളം രൂപ ക്കുള്ള പ്രൊജക്റ്റുകൾ വിഭാവനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂറോ സയൻസസിൻ്റെ സെൻറ്ററിനെ സെൻറ്റർ ഓഫ് എക്സലൻസ് ആയിട്ട് ഉയർത്താനുള്ള പ്രഖ്യാപനം ഈ കഴിഞ്ഞ ബജറ്റ് അവതരണ മേഖലയിൽ നടത്തുകയുണ്ടായി. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മാതൃകാപരമായ ഒരു പദ്ധതിയാണ് ഡിമെൻഷ്യ കെയറുമായിട്ട് ബന്ധപ്പെട്ട്, അതല്ലെങ്കിൽ സ്മൃതിനാശം, മേധാക്ഷയം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഓർമ്മയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായി കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ എറണാകുളം ജില്ലയിൽ കുസാറ്റിൻ്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ പ്രൊജക്റ്റ്, സാമൂഹ്യനീതി വകുപ്പും അതിൽ പങ്കാളിയാണ്. ശ്രീ ബേബി ചക്രപാണി അതിന് നേതൃത്വം കൊടുക്കുന്ന അദ്ദേഹത്തിന് ഇന്ന് ഇവിടെ ഒരു പുരസ്കാരമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും അത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിന് വളരെയധികം ആവശ്യമാണ്. അത്തരത്തിൽ നാടിന് ചേർന്ന സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നവരായിട്ട് നമ്മുടെ ഗവേഷകർ മാറട്ടെ എന്ന് നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ആശംസിക്കുകയാണ്. ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ ഗവേഷണ പുരസ്കാരങ്ങൾ യുവ ഗവേഷകർക്ക് മാത്രമല്ല, ലബ്ധപ്രതിഷ്ഠരായിട്ടുള്ള ആജീവനാന്ത
ഗവേഷണ പ്രവർത്തനങ്ങൾക്കുള്ള പുരസ്കാരം ഉൾപ്പെടെ ഗവേഷണ പുരസ്കാരങ്ങൾ ഏറ്റവും നല്ല തുക സമ്മാനമായി നൽകിക്കൊണ്ടാണ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഈ സന്ദർഭത്തിൽ നൽകുന്നത്. നവകേരള PDF-മായി ബന്ധപ്പെട്ടുകൊണ്ട് മികച്ച രീതിയിലുള്ള മെൻറ്ററിംഗ് ആണ് ഗവേഷകർക്ക് നൽകുന്നത്. ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ദേശീയാടിസ്ഥാനത്തിൽ തന്നെ മികച്ച അക്കാഡമീഷ്യൻസിൻ്റെയും ഇൻ്റലക്ച്വൽസിൻ്റെയും സയൻറ്റിസ്റ്റിൻ്റെയും ഒക്കെ ഒരു കൂട്ടായ്മ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ട്രാൻസ്ലേഷണൽ റിസർച്ചുമായി ബന്ധപ്പെട്ട് 3 വർക്ക്ഷോപ്പുകൾ ഇതിനകം കഴിഞ്ഞു. നല്ല ഒരു നീക്കമാണ് ഈ ദിശയിൽ നടക്കുന്നത്. കുസാറ്റിന് കൃത്യമായിട്ട് അതെല്ലാം പ്രയോജനപ്പെടുത്താൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം അമേരിക്കൻ സർവകലാശാലയിൽ നിന്നുള്ള പ്രതിനിധികൾ 18 സർവകലാശാലകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ട് ഒരു മീറ്റ് നടക്കുകയുണ്ടായി. നമ്മൾ ബ്രെയിൻ ഡ്രെയിൻ എന്നുള്ള ഒരു പ്രവണതയെ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ബ്രെയിൻ ഗെയിൻ എന്നുള്ള ഒരാശയം മുന്നോട്ട് വെച്ച് ഇപ്പോൾ പ്രവർത്തിക്കുക. കേരളത്തിലെ നല്ല മികച്ച മസ്തിഷ്കങ്ങൾ വിദേശങ്ങളിലേക്ക് ചേക്കേറുന്നു എന്നുള്ളൊരവസ്ഥ നേരത്തെ തന്നെ നമുക്കുണ്ട്. ഇപ്പോൾ CET എന്ന് പറയുന്ന പ്രഗത്ഭ എഞ്ചിനീയറിംഗ് സ്ഥാപനം തിരുവനന്തപുരത്തെ അതിൻ്റെ അലൂമിനി മീറ്റിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് അതിശയം തോന്നിയ ഒരു കാര്യം, അവിടെ പങ്കെടുത്ത എല്ലാവരും തന്നെ വിവിധ വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും മികച്ച പൊസിഷനുകളിൽ ഇരുന്നു കൊണ്ട് അവിടുത്തെ സമ്പദ്ഘടനയെ വികസിപ്പിക്കുന്നതിന് വേണ്ടി സംഭാവന ചെയ്യുന്ന വ്യക്തിത്വങ്ങളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു നൂതന പ്രവണതയല്ല അത്. പണ്ടേ മികച്ച പ്രതിഭാശാലികൾ അങ്ങനെ ശാദ്വല ഭൂമികൾ തേടി പോകുന്ന ഒരു പ്രവണത കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് ബദൽ എന്ന നിലയിൽ ആ പുറത്തു പോയവരുടെ ഉൾപ്പെടെ മസ്തിഷ്കപരമായ സാധ്യതകൾ, അവരുടെ അനുഭവ സമ്പത്ത്, അവരുടെ വിപുലമായിട്ടുള്ള അറിവുകൾ നമ്മുടെ കുട്ടികളുമായിട്ട് പങ്കുവയ്ക്കാനുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെയും മറ്റും ആഭിമുഖ്യത്തിൽ നമ്മൾ സൃഷ്ടിക്കുന്നുണ്ട്. കുട്ടികൾക്ക് അതൊക്കെ പങ്കുവയ്ക്കാനാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് അങ്ങനെ വളരെയധികം അനുഭവ സമ്പത്തുള്ള വിദഗ്ധരുമായി സംവദിക്കുന്നത് അവരുടെ കരിയറിൽ, അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വളരെയധികം സഹായകരമാകുമെന്ന് കരുതുകയാണ്. അപ്പോൾ ബ്രെയിൻ ഡ്രെയിന് പകരം ബ്രെയിൻ ഗെയിൻ എന്നുള്ളത് നമ്മൾ വയ്ക്കുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള അലുമിനി എൻഗേജ്മെൻറ്റ് സുപ്രധാനമാണ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് മിടുക്കരായിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്. ആ ദിശയിൽ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട് എന്നാണ് ബഹുമാന്യനായ വൈസ് ചാൻസലർ ഇവിടെ സൂചിപ്പിച്ചത്. നമ്മുടെ ക്യാമ്പസിൻ്റെ അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിനും അക്കാദമികമായ ഗുണമേന്മാ വർധനവിനും റിസർച്ചിൻ്റെ ക്വാളിറ്റേറ്റീവായിട്ടുള്ള എൻഹാൻസ്മെൻറ്റിനുമൊക്കെ തന്നെ ഈ പൂർവ്വ വിദ്യാർത്ഥികളുമായിട്ടുള്ള എൻഗേജ്മെൻറ്റ് നമുക്ക് ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. പൂർവ്വ അധ്യാപകരുടെ അനുഭവ സമ്പത്ത് ഫലപ്രദമായി വിനിയോഗിക്കേണ്ടതുണ്ട്. തീർച്ചയായും അങ്ങനെയെങ്കിൽ വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു ഗവേഷണ അന്തരീക്ഷം വികസിപ്പിക്കാൻ കഴിയുന്ന സർവകലാശാലയാണിത്. ഞാൻ വീണ്ടും സൂചിപ്പിക്കുകയാണ്, പ്രതീക്ഷാപൂർവമാണ് ഈ ക്യാമ്പസിനെ ഈ കേരളീയ സമൂഹം ഉറ്റുനോക്കുന്നത്. നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന, നമ്മൾ വികസിപ്പിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്ന നോളജ് സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു ബദൽ നോളജ് സൊസൈറ്റിയാണ്. വികസിത രാജ്യങ്ങളൊക്കെ പരിശ്രമിക്കുന്നുണ്ട് നോളജ് സൊസൈറ്റി ഉണ്ടാക്കിയെടുക്കാൻ. ഇന്ന് അറിവാണ് അധികാരം എന്ന നിലയിലാണ് ലോകതലത്തിൽ കാണുന്നത്. ഒരു എക്സ്പ്ലോഷൻ തന്നെ സംഭവിച്ചിരിക്കുകയാണ് വൈജ്ഞാനിക മേഖലയിൽ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, മനുഷ്യനിർമ്മിത മസ്തിഷ്കം മനുഷ്യ മസ്തിഷ്കത്തിനേക്കാൾ കരുത്തുറ്റ രീതിയിൽ പ്രവർത്തിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടിക്സുമെല്ലാം. റോബോട്ടിക്സ് ഉപയോഗിച്ചുകൊണ്ട് സർജറി നടത്തുന്ന ഒരു യന്ത്രം ഞാൻ ഈയിടെ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി ഒരു ആശുപത്രിയിൽ. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് മനുഷ്യരുടെ കയ്യെ 360 ഡിഗ്രിയിൽ തിരിക്കാൻ പറ്റില്ല, റോബോട്ടിൻ്റെ കൈയാവുമ്പോൾ അത് അങ്ങനെയും ചെയ്യാം. അപ്പോൾ കൂടുതൽ മികച്ച രീതിയിൽ പിഴവില്ലാതെ വേദനയില്ലാതെ റോബോട്ട് സർജറി നടത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരം മാറ്റങ്ങൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ വികസിത രാജ്യങ്ങളിലെ നോളജ് സൊസൈറ്റി വാണിജ്യാടിസ്ഥാനത്തിലാണ് അതിനെ കാണുന്നത്. അത് വൻകിട ഫേമുകൾക്ക് ലാഭമുണ്ടാക്കുന്നതിന് വേണ്ടി അറിവിനെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ്. കേരളം പക്ഷേ അതിനൊരു ബദൽ നോളജ് സൊസൈറ്റി ആയിട്ട്, ഒരു പീപ്പിൾ സെൻട്രിക് നോളജ് സൊസൈറ്റി ആയിട്ടാണ് വിഭാവനം ചെയ്യുന്നത്.
ജനോപകാരപ്രദമായിട്ടുള്ള വിധത്തിൽ അറിവ് എങ്ങനെ പ്രയോജനപ്പെടുത്താം, എങ്ങനെ ജനജീവിത നിലവാരം വർദ്ധിപ്പിക്കാം, ഉയർത്താം, അതിനെ എങ്ങനെ നോളജ് പ്രയോജനപ്പെടുത്താം, എങ്ങനെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സമ്പദ്ഘടനയെ വിപുലീകരിക്കാൻ നോളജിനെ പ്രയോജനപ്പെടുത്താം എന്ന ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇൻഡസ്ട്രി അക്കാദമിയ ബന്ധം ഇതിൻ്റെ ഭാഗമായിട്ട് ശക്തിപ്പെടുത്തുന്നുണ്ട്. നേരത്തെ തന്നെ ഗുസാറ്റ ആ ദിശയിൽ സജീവമാണ്. ഈ അടുത്ത ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആദ്യത്തെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് കൊട്ടാരക്കരയിൽ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. സോഹോ എന്ന ലോകപ്രശസ്തമായ ഇൻഫർമേഷൻ ടെക്നോളജി സ്ഥാപനമാണ് ഒരു സാധാരണ ക്യാമ്പസിൽ, IHRD ക്യാമ്പസിൽ ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് ആരംഭിക്കാൻ തയ്യാറായി വന്നിട്ടുള്ളത്. അപ്പോൾ പുതിയ കാൽവയ്പ്പുകളാണ്. ഈ ക്യാമ്പസ് നേരത്തെ തന്നെ അത്തരം ആലോചനകൾ മുന്നോട്ട് വയ്ക്കുകയും സാക്ഷാത്കരിക്കുകയും ചെയ്തിട്ടുള്ള ക്യാമ്പസാണ്. ആ ദിശയിൽ ചടുലമായിട്ടുള്ള പുതുചലനങ്ങൾ നമ്മുടെ യുവ പ്രതിഭകൾ കാഴ്ചവെക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആശംസിക്കുന്നു. നാളത്തെ കേരളത്തിൻ്റെ വിശാലമായ ആകാശങ്ങളിൽ തിളങ്ങുന്ന നക്ഷത്രങ്ങളായി മാറുന്ന ഒരുപാട് താരോദയങ്ങൾ നമുക്ക് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന യുവ ഗവേഷകർ അതിന് തയ്യാറാകണമെന്ന് വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ചാന്ദ്രയാൻ ദൗത്യമുണ്ടായപ്പോൾ ഏറ്റവും കൗതുകപൂർവ്വം നമ്മളെല്ലാം കണ്ട കാര്യം, അത് നയിച്ച വ്യക്തി ഉൾപ്പെടെ 800ഓളം ശാസ്ത്രജ്ഞർ കേരളത്തിൽ നിന്നുള്ളവരാണ്. ആ ചാന്ദ്രയാൻ ദൗത്യം നയിച്ച 95 പേരും കേരളത്തിൽ നിന്നുള്ളവരാണ്. ആ 95% പേരും 800ഓളം ശാസ്ത്രജ്ഞർ ആ ദൗത്യത്തിൽ അണിനിരുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നാണ്. അപ്പോൾ തീർച്ചയായും കേരളം ഒട്ടും മോശമല്ല. ഈ സ്ഥാപനം അത്തരം പ്രവർത്തനങ്ങളുടെ മുൻനിരയിൽ നടക്കുന്ന ഒരു സർവകലാശാലയാണ്. എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറുടെയും മറ്റ് അക്കാദമീഷ്യൻസ് ആയിട്ടുള്ള എല്ലാ വിദഗ്ധരുടെയും നേതൃത്വത്തിൽ സർവകലാശാല അതിൻ്റെ ജൈത്രയാത്ര തുടരട്ടെ. ഇന്ന് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുന്ന യുവ ഗവേഷകരും ഗവേഷണോന്മുഖ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള മുഴുവൻ വിജ്ഞാന കുതുകികളായ വിദ്യാർത്ഥികളും നാളത്തെ കേരളത്തെ കൈപിടിച്ച് നടത്താൻ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇന്നത്തെ ഈ പുരസ്കാര ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായിട്ട് സസ്നേഹം അറിയിക്കുന്നു. Thank you so much, ma'am, for your valuable insights. I request our Honorable Minister Dr. R. Bindu to kindly give away the awards. Let us begin the award distribution with the Distinguished Young Faculty Award. The university takes immense pride in presenting the Distinguished Young Faculty Awards, an accolade that honors permanent young faculty who have demonstrated exceptional dedication to both teaching and research within our institution. Today, we joyously announce 4 outstanding winners from different departments, each embodying the spirit of excellence and innovation in academia. In recognition of their remarkable achievements, each recipient of Distinguished Young Faculty Award will be honored with a cash prize of Rs 30,000 and a certificate of appreciation. Ladies and gentlemen, with a great round of applause, let's welcome the winners of the Distinguished Young Faculty Award to the stage. First, we have Dr. Baby Chakrabarti PS, who is working as Assistant Professor in the Department of Biotechnology since 2015 and also serving as an Honorable Director of the Center for Neuroscience from 2017. His journey in neuroscience began with a prestigious PhD from the Center for Neuroscience, University of Freiburg, Germany. He further broadened his horizons with research fellowships at Department of Pharmacology, National University of Singapore, and the Van Andel Research Institute, Michigan, USA. He was trained in neuroimaging at the Harvard Center for Biological Imaging, Harvard University, USA. He is a driving force behind Prajna, a unique social initiative empowering the public with knowledge about brain health. He is also the project director of the Udbodh Social Action Research Project, which transformed Cochin Corporation into India's first dementia-friendly city in 2021. Dr. Chakrabarti boasts his prolific research career, authoring numerous publications, patents, securing international collaborations and research projects. Congratulations, sir.
Next, we have Dr. Saji KG, Associate Professor, International School of Photonics, who has earned his PG and PhD degrees in physics from CUSAT. He was a visiting researcher at the Tokyo Institute of Technology and completed postdoctoral studies at the New University of Lisbon, Portugal, Swiss Federal Laboratories for Material Science and Technology, Switzerland, and the University of Utah, USA. Recognized for his academic achievements, he received the prestigious Raman Fellowship from UGC. Currently serving as the director of the International School of Photonics, Dr. Saji is also affiliated with 2 esteemed research centers at CUSAT: the Center for Excellence in Advanced Materials and Inter-University Center for Nanomaterials and Devices. Congratulations, sir. Now we have Dr. Devi Soumija. She's an assistant professor with School of Management Studies, CUSAT, for the last 6 years. She has done her PhD from Department of Management Studies of Indian Institute of Technology, Madras. She is a recipient of prestigious awards like Fulbright Nehru Academic and Professional Excellence Fellowship in 2022 and Kairali Gaveshana Puraskaram for Faculty in Social Sciences by Kerala State Education Council in 2021. During her Fulbright Fellowship, she was affiliated with the University of California working on workplace bullying. She has a total of 9 funded projects to her credit, including ICSR project on moonlighting, RUSA funded project on psychological contracts on female domestic workers, and Kerala Women's Commission project on life of mother of children with autism in Kerala. Congratulations, ma'am. And finally, for the Distinguished Young Faculty Award, we have Dr. Bijoy A. Jose. He is currently the Associate Professor at the Department of Computer Science at CUSAT and Assistant Director of CITTIC. He has received a BTech from School of Engineering, CUSAT, MS from the State University of New York, and PhD from Virginia Tech. He has worked at Intel Corporation, California and in Bangalore before joining CUSAT. He has received the DST SERB Early Research Career Award in 2016 and IEEE Asia Pacific Humanitarian Technology Activities Outstanding Volunteer Award in 2020. He is a principal investigator to several funded projects from DST, MEITY, IEEE, RUSA, CII, and principal consultant to several companies in Kochi. Congratulations, sir. Once again, congratulations to all the Distinguished Young Faculty Award. Wishing you all the very best in the future endeavors. Now, let's put our hands together to congratulate the winners of the next category of awards, the Distinguished Researcher Award. The university takes great pride in presenting the Distinguished Researcher Award, a testament to the exemplary dedication and significant impact these scholars have made in advancing the research activities of our institution. Each recipient of the Distinguished Researcher Award will be honored with a cash prize of Rs 20,000 along with a certificate of appreciation. Ladies and gentlemen, with a great round of applause, let's welcome the winners of the Distinguished Research Award to the stage. First, Sri Mohammad Sajid in School of Management Studies, CUSAT. Mohammad Sajid has completed his PhD at the School of Management Studies, CUSAT under the mentorship of Professor Dr. Zakaria K. His specialization is the behavioral aspects of the United Nations Sustainable Development Goals 11 and 12. Sajid's research contributions have been recognized in several premier research journals such as Journal of Retailing and Consumer Services, Journal of Sustainable Tourism, Asia Pacific Journal of Marketing and Logistics, among the others. Some of his papers have been indexed in WHO's COVID-19 database due to their relevance. Congratulations, Sajid. Next, Sri Bijoy KV, International School of Photonics. Bijoy KV is currently pursuing a PhD at the International School of Photonics, CUSAT, under the guidance of Dr. Saji KJ, Associate Professor and Director at the International School of Photonics, and Dr. Honey John, Professor, Department of Polymer Science and Rubber Technology, and Director, Inter-University Center for Nanomaterials and Devices, CUSAT. His research focus lies in the field of triboelectric nanogenerator for the self-powered sensing and mechanical energy harvesting application. Bijoy KV has contributed significantly to the research community, holding 2 patents and 13 publications. Congratulations, Bijoy. Next, Sri Akhil Prakash E, Department of Marine Biology, Microbiology and Biochemistry.
Akhil Prakash E., a senior research fellow at the Department of Marine Biology, Microbiology and Biochemistry within the School of Marine Sciences at Cochin University. He is working under the guidance of Senior Professor Dr. A. Mohammed Hada, Director and Head of Department. His primarily research focuses on marine microbiology with a specific interest in understanding the role of migratory birds in the dissemination of antibiotic resistance across various regions, including the Arctic and Antarctic. Akhil has actively participated in the Indian Arctic expedition in the year 2019 and 23, engaging in various cruises and scientific activity. His research findings have been published in esteemed high-impact journals. Congratulations, Akhil. Finally, we have Sri Srinath A.V., Department of Atmospheric Science. Srinath A.V. has done his PhD under the guidance of Dr. Abhilashas. His research endeavors focused on several key areas including tropical deep convection, cloud microphysics, aerosol cloud interactions, and precipitation extremes in tropical region. During his doctoral studies, he authored 8 research articles. These articles were published in reputed international journals, including the Nature Partner Journal Climate and Atmospheric Science. During his PhD, he actively participated in the cloud aerosol interaction and precipitation enhancement experiment conducted by IITM. Congratulations, Srinath. Once again, congratulations to all the winners of Distinguished Researcher Awards. Best wishes and success for your future. Thank you. Now let's shift our focus to the upcoming category of recognition, the CUSAT Endowment Awards 2023. In a historic milestone of Cochin University of Science and Technology, the CUSAT Endowment Awards 2023 have been introduced, marking a significant leap in recognizing and celebrating excellence within CUSAT community. These endowments are established by the esteemed individuals, retired professors, and alumni associations across various departments of CUSAT to acknowledge the exceptional contributions of students in both academic achievements and extracurricular activities. We have 31 endowment awards across various departments distributed as a part of Merit Day 2023. The bodies are requested to kindly proceed to the dais as their names are called out. I also request the respective HODs to accompany them to the stage with award winners. Let me call upon Ms. Alka Thomas from the Department of Applied Chemistry to receive Professor S. Sugunan Endowment Award for securing the second highest CGPA in MSc Chemistry. I request the HOD of Department of Applied Chemistry also to accompany her to the stage. Next we have Ms. Ashwini N. to receive Professor P. Madhavan Pillai Gold Medal and Professor S. Sugunan Endowment Award for securing the highest CGPA in MSc Chemistry. Ashwini, yes. I request Ms. Sharon Christabel to kindly come forward to receive Dr. A.K. Menon Memorial Endowment Award for securing the highest CGPA for the first year in MTech Computer Science and Engineering with specialization in data science and artificial intelligence. Ms. Anita Sarashani to receive Dr. A.K. Menon Memorial Endowment Award for securing highest CGPA for the first year in MTech Computer Science and Engineering with specialization in software engineering. Mr. Rishikesh A. Karuvelil from the Department of International School of Photonics to receive Nalanda Endowment Award for securing highest GPA in first semester in 5-year integrated MSc Photonics. Mr. Joel George from the Department of International School of Photonics to receive Professor Ligeti Award for securing the highest CGPA in 5-year integrated MSc Photonics.
Ms. Lakshmi T.A. from the Department of Physics to receive C.P. Menon Memorial Endowment Award for securing the highest CGPA among SC/ST students in MSc Physics. Mr. Abhishek T.K. from the Department of Physics to receive Professor Joy George Endowment Award for securing the highest GPA in first year of MSc Physics. Mr. Krishnadev V. from the Department of Physics again to receive Professor Joy George Endowment Second Award for securing the highest GPA in first year of MSc Physics. Ms. Parvati K. from the Department of Physics to receive 2 awards, one late Dr. Satyanandan Memorial Endowment Award and C.P. Menon Memorial Endowment Award for securing the highest CGPA in MSc Physics. Next award goes to Ria Jaws from the Department of Polymer Science and Rubber Technology. She is having 2 awards, Classic 83 Endowment Award and Leica Olefins Endowment Award for securing the highest CGPA in BTech Polymer Science and Engineering. In spite of her absence, we request a parent to kindly receive 2 awards. I invite Ms. Chandana M.S., Department of Marine Biology, CUSAR, to receive Professor C.C. John Memorial Endowment Award 2023 for securing the highest CGPA in MSc Marine Biology. I invite Ms. Agaja Narayanan, Department of Mathematics, Cochin University of Science and Technology, to receive Professor Wasir Hassan Abdi Endowment Prize 2023 for securing the highest CGPA in MSc Mathematics. In the absence of Ms. Agaja, I request her parents to receive the award. I invite Mr. Jishnu P.V., Department of Ship Technology, Cochin University of Science and Technology, to receive ABS India Merit Award 2023 for the outstanding academic performance in BTech Naval Architecture and Shipbuilding, along with the another award, Sir Robert Bristow Endowment Prize 2023 for securing the highest CGPA in BTech Naval Architecture and Shipbuilding. In the absence of Mr. Vishnu, I request his parents to receive the award. I invite Mr. Sri Harsh Vijayan NV, Department of Ship Technology, CUSAT, to receive ABS India Merit Award 2023 for the outstanding academic performance in the 6th semester BTech Naval Architecture and Shipbuilding. Next, I invite Ms. Faisa, Department of Ship Technology, CUSAT, to receive ABS India Merit Award 2023 for the outstanding academic performance in the 2nd semester BTech Naval Architecture and Shipbuilding. I now invite Mr. Melvin John, Department of Ship Technology, CUSAT, to receive Lieutenant Arpan Banerjee Endowment Prize 2023 for being recognized as the best outgoing student in BTech Naval Architecture and Shipbuilding. In the absence of Mr. Melvin, I request his parents to receive the award. Now I invite Ms. Anjana Krishna K., Department of Statistics, CUSAT, to receive Merit Scholarship for MSc Statistics Students 2023 for securing the highest GPA in the 3rd semester MSc Statistics. I call upon Ms. Abarna A.S., Department of Statistics, Cochin University, to receive Merit Scholarship for MSc Statistics Student 2023 for securing the highest GPA in the 1st semester MSc Statistics. Now I call Ms. Nandana Suresh, Department of Statistics, Cochin University, to receive Merit Scholarship for MSc Statistics Students 2023 for securing the highest GPA in the 3rd semester MSc Statistics. I invite Mr. Abhiram T., Integrated MSc Chemistry, Center for Integrated Studies, Cochin University, to receive Vishnu Prasad Memorial Endowment 2023 for being recognized as the best male singer. Now I call
Mr. Shivam Kumar, School of Engineering, CUSAT, to receive Vishnu Prasad Memorial Endowment Award 2023 for securing the highest CGPA in BTech Safety and Fire Engineering. On behalf of Shiva Kumar, the award will be received by his friend and also the family members of Vishnu Prasad, in memory of whom the award is constituted, is also present. Thank you. Now I invite Mrs. Smita K, School of Legal Studies, CUSAT, to receive Dr. Justice T.K. Thomman Prize in Maritime Law 2023 for being recognized as the best outgoing student in LLM Maritime Law. Now I call Mr. Nikhil Vishwam, School of Legal Studies, CUSAT, to receive 2 awards. First, K.C. Menon Memorial Endowment Prize 2023 for securing highest CGPA in LLM. Also, V.N. Padmanabha Pillai Memorial Prize for Law 2023 for securing highest CGPA in LLM. Now I call Ms. Shruti Jayakumar, School of Legal Studies, Cochin University, to receive R.V. Kelkar Memorial Endowment Prize in Criminal Law 2023 for securing the highest CGPA in LLM Criminal Law. Now I invite Atul Kunnumon, Department of Ship Technology, to receive ABS India Merit Award 2023. Okay, Stream Ecosystem Project, an initiative that heralds a new era of collaboration between higher education and Kerala school education. By seamlessly integrating the rich tapestry of Kerala school education with the vast reserve of knowledge, expertise present in our higher education institution, we set forth an interdisciplinary learning approach that integrates various disciplines with real-world problems to provide hands-on learning experience for students of Kerala public education sector. This partnership between CUSAT, Samagra Shiksha Kerala, and the Kerala public school education system is unprecedented in marking a milestone in our journey towards educational excellence and thus shaping the future of our society. With great pleasure, I invite our Honorable Minister R. Bindu for the formal release of Stream Ecosystem Module 1. Once again, congratulations to all the winners. പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ എല്ലാ മിടുക്കികൾക്കും മിടുക്കന്മാർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും, അതായത് ഏറ്റവും മികച്ച ലാബ് കോംപ്ലക്സുകൾ, മോഡേണൈസ്ഡ് ആയിട്ടുള്ള ലൈബ്രറികൾ എല്ലാം ഉണ്ടാക്കി നൽകണമെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിരന്തരം ഞങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ പരമാവധി കേരളത്തിൽ തന്നെ തുടരാനുള്ള ഒരു ശ്രമം, നവകേരള പോസ്റ്റ് ഡോക്ടറൽ ഫെല്ലോഷിപ്പൊക്കെ അവയിൽ ചെയ്യാനുള്ള ശ്രമം നടത്തണമെന്ന് സർക്കാരിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ നമ്മുടെ മാതാപിതാക്കളെ, രക്ഷിതാക്കളെ കൂടി അഭിനന്ദിക്കാൻ ഞാൻ നേരത്തെ വിട്ടുപോയി. അവരുടെ ജീവിതത്തിലെ ഏറ്റവും അഭിമാന മുഹൂർത്തത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. കുട്ടികളെ ഏറ്റവും നന്നായി പഠിക്കുക എന്നുള്ളത് അച്ഛനമ്മമാരുടെ ഏറ്റവും അഭിമാനമുള്ള കാര്യമാണ്. എൻ്റെ കൊളീഗ്സ് ആയിട്ടുള്ള ഡോക്ടർ നാരായണൻ, ഡോക്ടർ പാർവതി അവരുൾപ്പെടെ ഇവിടെയുണ്ട്. ഏവരെയും നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ അഭിനന്ദിക്കുന്നു. Thank you, ma'am. Now I request Dr. P.K. Baby, Member Syndicate and Director Youth Welfare Department, CUSAT, for the felicitation. ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, വൈസ് ചാൻസലർ ഡോക്ടർ വി മീര രജിസ്ട്രാർ, സാം തോമസ് IQC ഡയറക്ടർ ആൻഡ് ചെയർമാൻ ഓഫ് ദി സ്ക്രൂട്ടിനി കമ്മിറ്റി, നമ്മുടെ മുൻ വൈസ് ചാൻസലർ മധു സാർ ഉൾപ്പെടെയുള്ള വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ,
അവാർഡ് വാങ്ങിയ അധ്യാപക അനധ്യാപക വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ ഇന്നേവരെ കാണാത്ത രീതിയിലുള്ള വലിയൊരു മാറ്റമാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ടീച്ചർ വളരെ വിശദമായി സൂചിപ്പിച്ച പോലെ ഒരു വശത്ത് ഒരു വൈജ്ഞാനിക അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കാനുള്ള വളരെ ബോധപൂർവമായൊരു ശ്രമം സർക്കാരിൻ്റെ സൈഡിൽ നിന്ന് കൃത്യമായി ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മുടേതുപോലുള്ള സർവകലാശാലകൾക്ക് ഏറെ അഭിമാനകരമായൊരു കാര്യമാണ്. കാരണം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ നമ്മുടെ രാജ്യത്തെ മുഴുവൻ സർവകലാശാലകളും ഇന്ത്യയോടൊപ്പം നീങ്ങാൻ തീരുമാനിക്കുമ്പോൾ കേരളത്തിലെ സർവകലാശാലകൾ ലോകത്തോടൊപ്പം നീങ്ങാൻ തീരുമാനിക്കുന്നു എന്നുള്ള വലിയൊരു തീരുമാനം, ആ ഒരു വലിയൊരു തീരുമാനം എടുക്കാൻ നമ്മുടെ മുഖ്യമന്ത്രിയും കൂടെയുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഒരു തീരുമാനം എടുത്തു എന്നുള്ളതും അതോടൊപ്പം മുന്നോട്ട് പോകാൻ സർവകലാശാലയ്ക്ക് കഴിയുന്നു എന്നുള്ളതും ഞങ്ങളെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ മാറ്റമാണ്. അതിൻ്റെ ഒരു തുടർച്ച എന്ന രീതിയിൽ തീർച്ചയായിട്ടും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലും വളരെയധികം മാറ്റങ്ങൾ, നിങ്ങളൊരു പക്ഷേ കുട്ടികളെ സംബന്ധിച്ചൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വളരെ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് അടക്കമുള്ള വളരെ വലിയ മാറ്റങ്ങളുടെ ഒരു സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഒരു പക്ഷേ അടുത്ത വർഷമൊക്കെ നിങ്ങളുടെ കോഴ്സുകൾ തുടങ്ങുമ്പോൾ മാറ്റങ്ങൾ നിങ്ങൾക്ക് റിഫ്ലക്റ്റ് ചെയ്ത് തുടങ്ങും. അപ്പോൾ അങ്ങനെ വലിയൊരു മാറ്റത്തിന് നമ്മൾ സാക്ഷിയാകുന്ന സമയത്താണ് സർക്കാരിൻ്റെ നവകേരള ഫെലോഷിപ്പും അതുപോലെ തന്നെ കൈരളി അവാർഡ്സൊക്കെ കൊടുക്കുന്ന ഒരു മാതൃകയിൽ സർവകലാശാലയിലെ ഏറ്റവും മിടുക്കരായ ആളുകളെ, അത് അധ്യാപകരെയും അനധ്യാപകരെയും ഗവേഷകരെയും മാത്രമല്ല MSc MA ലെവലിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ കൂടി ആദരിക്കണം എന്നുള്ളൊരു ആലോചന സർവകലാശാലയ്ക്ക് ഉണ്ടാകുന്നതും അതിൻ്റെ ഒരു പൂർത്തീകരണമാണ് ഇന്നുണ്ടായത്. അപ്പോൾ ഈ ഒരു അഭിനന്ദന യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ഈ അഭിനന്ദിക്കാൻ വേണ്ടി ഈ വേദി ഉപയോഗിക്കുന്നു. ഇനിയും നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള മുഴുവൻ പ്രവർത്തനങ്ങൾക്കും സർവകലാശാലയുടെയും സിൻഡിക്കേറ്റിൻ്റെയും ഭാഗത്തു നിന്നുള്ള മുഴുവൻ സപ്പോർട്ടും ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു. ഇന്ന് ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് സർവകലാശാലയുടെയും സിൻഡിക്കേറ്റിൻ്റെ പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നന്ദി. Thank you, sir. Now let me invite the chairman of the selection committee, Dr. Unnikrishnan, former director NPOL CUSAT. Let's hear from him as he shares insights into the selection process. Sir, please. ബഹുമാന്യയായ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഡോക്ടർ ബിന്ദു, വൈസ് ചാൻസലർ പ്രൊഫസർ ശങ്കരൻ, ഡോക്ടർ സാം തോമസ്, ഡോക്ടർ PK ബേബി മെമ്പർ സിൻഡിക്കേറ്റ് ആൻഡ് ഡോക്ടർ മീര രജിസ്ട്രാർ, അവാർഡ് ജേതാക്കളെ, അധ്യാപക വിഭാഗത്തിലും വിദ്യാർത്ഥി വിഭാഗത്തിലും പെട്ട അവാർഡ് ജേതാക്കളെ, സർവകലാശാലയിലെ പ്രഗത്ഭരായ അധ്യാപക സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, മറ്റെല്ലാ വിശിഷ്ടാതിഥികളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ ഒരു അവാർഡ് ഫംഗ്ഷൻ ഇവിടെ സംഘടിപ്പിക്കാനായിട്ട് ശ്രമിച്ച സർവകലാശാലയ്ക്ക് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആദ്യമായി ഞാൻ രേഖപ്പെടുത്തട്ടെ. ഒരു സ്ഥാപനം വളർത്തിക്കൊണ്ടുവരുമ്പോൾ ആ സ്ഥാപനത്തിലെ അധ്യാപകരെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലെ ജീവനക്കാരെ സമയാസമയങ്ങളിൽ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായൊരു കാര്യമാണ്. എ സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് ആൻഡ് എ സെൻസ് ഓഫ് ഓണർഷിപ്പ് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. അങ്ങനെ വന്നാലേ ഒരു സ്ഥാപനം നന്നാവുള്ളൂ. ആ നിലയിലേക്ക് ഈ തരത്തിലുള്ള അവാർഡുകൾ സമയോചിതമായി വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കൊടുക്കുന്നത് എല്ലാ നിലയ്ക്കും പ്രോത്സാഹജനകമാണ്. അതിന് മുൻകൈ എടുത്ത സർവകലാശാലയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഈ ഒരു അവാർഡ് പ്രഖ്യാപിക്കാനായിട്ട് നോമിനേഷൻസ് വന്നപ്പോൾ 14 നോമിനേഷൻസ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നു, ഞങ്ങളുടെ കമ്മിറ്റിക്ക് കിട്ടിയിരുന്നു. കമ്മിറ്റിയിലെ എല്ലാ അംഗങ്ങളും IQACയും ഒന്നിച്ചിരുന്ന് ആലോചിച്ചപ്പോൾ ഇവരിൽ ആരെ തിരഞ്ഞെടുക്കുക എന്നുള്ള വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം എല്ലാവരും പ്രഗത്ഭരാണ്, പ്രാഗൽഭ്യത്തിന് ആർക്കും ഒരു കുറവുമില്ല, ധാരാളം അച്ചീവ്മെൻറ്റ്സ് എല്ലാവർക്കും ഉണ്ട്. എന്നാലും എണ്ണത്തിലൊരു പരിമിതി ഉണ്ടെന്ന് നേരത്തെ തന്നെ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ എന്നോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവരുടെ അധ്യാപക അനധ്യാപക പ്രവർത്തനങ്ങളെല്ലാം കണക്കിലെടുത്തോണം. അത് ഗവേഷണത്തിലും അധ്യാപനത്തിലും അതുകൂടാതെ മറ്റുള്ള കാര്യങ്ങളും കൂടെ കണക്കിലെടുത്തുകൊണ്ട് എല്ലാത്തിനും ഒരു വെയിറ്റേജ് കൊടുത്തിട്ടാണ് ഞങ്ങൾ ഈ ഒരു അവാർഡ് അവസാനം ഈ ലിസ്റ്റ് ഉണ്ടാക്കിയത്. തീർച്ചയായിട്ടും ഇന്ന് പരിഗണിക്കപ്പെടാതെ പോയിട്ടുള്ളവർ മോശക്കാരാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. തീർച്ചയായിട്ടും എണ്ണത്തിൻ്റെ ഒരു പരിമിതി കൊണ്ട് മാത്രമാണ്. അവർ തീർച്ചയായിട്ടും എല്ലാ നിലയ്ക്കും അർഹരാണ്. പക്ഷേ എണ്ണത്തിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മാത്രം ഈ ഞങ്ങൾ IQAC ഒക്കെ തന്നിരിക്കുന്ന മെട്രിക് ഉപയോഗിച്ച് ഞങ്ങൾ ഇതിനെക്കുറിച്ച് റാങ്ക് ചെയ്ത സമയത്ത് 4 പേരെ ഏറ്റവും മുന്നിലായിട്ട് വന്നു. ആ 4 പേർക്കും എൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ. ഈ സർവകലാശാലയ്ക്ക് ഇനിയും ഇതുപോലെയുള്ള ധാരാളം അവസരങ്ങളുണ്ട്. അതുകൂടാതെ വിദ്യാർത്ഥികൾക്ക്, വളർന്നു വരുന്ന ഗവേഷണ വിദ്യാർത്ഥികൾക്കുമുള്ള അവാർഡുകൾ സ്വീകരിച്ചിട്ടുള്ള എല്ലാവർക്കും എൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ. ഇനിയും നിങ്ങൾക്ക് ധാരാളം പ്രവർത്തിക്കാനുള്ള പുതിയ പുതിയ അവസരങ്ങൾ ഉണ്ടാവട്ടെ. എല്ലാത്തിനും വേണ്ട വിധത്തിലുള്ള ഡയറക്ഷൻസും അതുപോലെ തന്നെ പ്രോത്സാഹനങ്ങൾ നൽകുന്ന ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. അവിടുത്തെ സാന്നിധ്യം ഈ ഒരു ഫംഗ്ഷൻ എല്ലാ നിലയ്ക്കും വളരെ വിശേഷമായിരുന്നു. എല്ലാ നിലയ്ക്കും അവിടുത്തെ ഞാൻ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. Thank you, sir.
Now to propose the vote of thanks, may I invite Dr. Meera V, Registrar CUSAT. എല്ലാവർക്കും നമസ്കാരം. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ പ്രോ ചാൻസലറും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായ ആദരണീയായ ഡോക്ടർ ആർ ബിന്ദു അവർകൾ, വൈസ് ചാൻസലർ ബഹുമാന്യനായ പ്രൊഫസർ പി ജി ശങ്കരൻ സർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികളെ, പ്രിയ സുഹൃത്തുക്കളെ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഏറെക്കാലമായി കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ഇങ്ങനെ ഒരു മെറിറ്റ് ഡേ എന്നുള്ള ഒരു ആശയം ഇന്ന് സാക്ഷാത്കരിക്കപ്പെട്ടു എന്നുള്ളത് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ്. കഴിഞ്ഞ അക്കാദമിക് വർഷത്തെ ഡിസ്റ്റിങ്വിഷ്ഡ് യങ് ഫാക്കൽറ്റി അവാർഡ്, ഡിസ്റ്റിങ്വിഷ്ഡ് റിസർച്ചർ അവാർഡ് കരസ്ഥമാക്കിയ എല്ലാ അധ്യാപക ഗവേഷക സുഹൃത്തുക്കൾക്കും, അതുപോലെ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിലനിൽക്കുന്ന 31ഓളം എൻഡോവ്മെൻറ്റുകൾ കരസ്ഥമാക്കിയ നല്ല മിടുക്കരായ വിദ്യാർത്ഥികളെയും അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും അർപ്പണബോധവും കഠിനാധ്വാനവും സംഭാവനയുമൊക്കെ നമ്മുടെ വിശാലമായ ഈ അക്കാദമിക അന്തരീക്ഷത്തെ സമ്പന്നമാക്കുകയും അതുപോലെ തന്നെ സ്വാധീനിക്കുകയും ചെയ്യും എന്നുള്ള ഒരു വിശ്വാസത്തോടെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്നത്തെ ചടങ്ങിൽ ഏറ്റവും ആദരണീയായ നമ്മളുടെ വിദ്യാഭ്യാസ മന്ത്രി നമ്മളോടൊപ്പം സന്നിഹിതയാണ്. മുഖ്യപ്രഭാഷണം നടത്തുകയും അവാർഡുകൾ വിതരണം ചെയ്യുകയും ചെയ്ത ആദരണീയായ വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ പ്രോ ചാൻസലർ കൂടിയാണ്. ഞങ്ങൾ ഓരോരുത്തരുടെയും എൻ്റെ വ്യക്തിപരമായ പേരിലും യൂണിവേഴ്സിറ്റിയുടെ ഓരോ അംഗങ്ങളുടെ പേരിലും വളരെ സ്നേഹാദരങ്ങളോടെ നന്ദി അറിയിക്കുന്നു. യൂണിവേഴ്സിറ്റിയുടെ ഓരോ കാൽവെപ്പിലും നമ്മളോടൊപ്പം നമ്മളുടെ ബഹുമാന്യായ മന്ത്രി നമ്മൾക്ക് പിന്തുണയായിട്ടുണ്ട് എന്നുള്ളത് വളരെയധികം സന്തോഷം തരുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മളുടെ യൂണിവേഴ്സിറ്റിയുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക് എല്ലാവിധ ഡയറക്ഷൻസും നമുക്ക് തരുന്ന നമ്മളുടെ ബഹുപ്രിയങ്കരനായ വൈസ് ചാൻസലർ പ്രൊഫസർ പി ജി ശങ്കരൻ സാറിനെ എൻ്റെ വ്യക്തിപരമായ പേരിലും ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോ അംഗങ്ങളുടെ പേരിലും സ്നേഹം നിറഞ്ഞ കൃതജ്ഞത അറിയിക്കുന്നു. ഈ അവാർഡ് നൽകാനായി ഉദാരമായി സംഭാവന ചെയ്ത ഗുരുക്കന്മാർക്ക്, അതുപോലെ തന്നെ മറ്റു അഭ്യുദയകാംക്ഷികൾക്ക് എല്ലാവർക്കും യൂണിവേഴ്സിറ്റിയുടെ പേരിലും എൻ്റെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ തങ്ങളുടേതായ പങ്കുവഹിച്ച് പിന്തുണ നൽകി ഈ ഒരു ഉദ്യമം വളരെ വിജയകരമായി പൂർത്തീകരിക്കാൻ സഹായിച്ച എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകർക്കും മറ്റ് ജീവനക്കാർക്കും വിദ്യാർത്ഥിനികൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങ് ഏറ്റവും വിജയകരമായി പര്യവസാനിക്കാൻ ആദ്യം മുതൽ പ്രവർത്തിച്ച, വളരെ കാര്യക്ഷമമായി ആസൂത്രണം ചെയ്ത് കാര്യനിർവഹണം നടത്തിയ ഡയറക്ടർ IQAC ഡോക്ടർ സാം തോമസ്, അതേപോലെ IQACയിലെ മറ്റ് ടീം അംഗങ്ങൾ എല്ലാവർക്കും യൂണിവേഴ്സിറ്റിയുടെ പേരിൽ എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ കൃതജ്ഞത അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്നിവിടെ പ്രസൻ്റായിട്ടുള്ള മീഡിയ സുഹൃത്തുക്കൾ, മറ്റ് വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നമ്മളുടെ ഗവേഷണം ഇനിയും തുടർന്നും വളരെ ഉന്നതങ്ങളിലെത്തും എന്ന വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, ma'am. Here we come to an end to the formal function. Thank you all for being the part of this function. Thank you.